നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടറെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫേമിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ വീട് പണി ഏൽപ്പിക്കാൻ വേണ്ടി. നമ്മൾ വീട് പണി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വീട് പണിയുടെ വർക്കുകൾ നമ്മളൊരു എഗ്രിമെൻ്റ് വെക്കണോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു എഗ്രിമെൻ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത്, നമ്മൾ ഒരു വീടിൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു എഗ്രിമെൻ്റ് വെക്കണോ, അതോടൊപ്പം തന്നെ ഏതെല്ലാം തരം എഗ്രിമെൻറ്റുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത്. ഞാൻ ബെനു വർഗീസ്, വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ ആർക്കിടെക്ചർ ഫേമിനെയോ അല്ലെങ്കിൽ കോൺട്രാക്ടിങ് ഫേമിനെയോ നമ്മൾ കൺഫേം ചെയ്തു. എല്ലാവരുടെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല പ്രാക്ടീസാണ്. അതായത് ചെയ്യുന്ന കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നമ്മൾ വീടിൻ്റെ പണി ആരംഭിക്കുന്നത് ഒരു നല്ല പ്രാക്ടീസ് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട് പണിയുടെ എഗ്രിമെൻ്റ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വെച്ചിരിക്കണം. അതും നമ്മൾ ആ എഗ്രിമെൻ്റ് വെറുതെ ഒരു വൈറ്റ് പേപ്പറിൽ വെക്കാതെ നമ്മൾ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ നമ്മൾ ആ വീടിൻ്റെ എഗ്രിമെൻ്റ് വെക്കണം. ഇതൊരിക്കലും നമ്മൾ പിന്നീട് ഒരു ലീഗൽ സൈഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമല്ല. നമ്മൾ ഒരു വർക്ക് തുടങ്ങുകയാണ്, നമ്മളൊരു വീടിൻ്റെ പണി നമ്മൾ തുടങ്ങുകയാണ്. അതിനകത്ത് പ്രോപ്പറായിട്ട് വരേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ടാവും. ഡിസ്കസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഡോക്യുമെൻ്റ് ആക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒത്തിരി അധികം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വീട് പണി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഒരു കോൺട്രാക്ട് ഫേം ആണെങ്കിൽ അവർ ഒത്തിരി അധികം വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് ഒത്തിരിയധികം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകത്തില്ല. ഒത്തിരി അധികം വർക്കുകൾ ചെയ്യുന്ന ഗ്രൂപ്പാണെങ്കിലും ആരാണെങ്കിലും, പക്ഷേ അവർ ചില കാര്യങ്ങൾ നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ തീർച്ചയായും ഓരോ ഐറ്റം വൈസായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വെച്ച് നമ്മൾ അതിൻ്റെ എഗ്രിമെൻ്റ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. സ്റ്റാമ്പ് പേപ്പറിൽ വെക്കാൻ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അത് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പിന്നീട് എന്തെങ്കിലും ഒരു ലീഗൽ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഉപകാരപ്പെടും. ഒരിക്കലും ഒരു കോൺട്രാക്ടറും ഒരു ക്ലയൻറ്റും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോവുക എന്നുള്ളതല്ല. നമ്മളതിനകത്ത് പ്രോപ്പറായിട്ട് എഗ്രിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയുമില്ല. അതോടൊപ്പം തന്നെ ഒരു കേസിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ തീരെ വരുത്തുമില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആ എഗ്രിമെൻറ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ടൈം ലൈനും കൂടെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഒരിക്കലും ഒരു ലീഗൽ ഇഷ്യൂസിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്കോ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്രിമെൻ്റ് വെക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളതൊരു ചോദ്യം കാണും. പക്ഷേ രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ല. എന്തെങ്കിലും കാരണവശാൽ അങ്ങേയറ്റം ഒരു ലീഗൽ ഇഷ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ അന്നത് കോടതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫൈനുകളൊക്കെ കെട്ടിവെച്ച് നമുക്കത് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇല്ലാത്തതിൻ്റെ ഫൈനുകൾ കെട്ടിവെച്ച് നമുക്ക് കേസിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തരം എഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എഗ്രിമെൻറ്റുകൾ വരുന്നത് വെച്ചാൽ ഒരു ഫുൾ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റാണ് ആദ്യമേ നമുക്ക് വരുന്നത്. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചറൽ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റാണ് വരുന്നത്. മൂന്നാമത്തെ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റാണ് നമുക്ക് വരുന്നത്. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫുൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ സ്റ്റാർട്ട് തൊട്ട് വീടിൻ്റെ എൻഡ് വരെ, അതായത് വീടിൻ്റെ പെയിൻറ്റിങ് ആൻഡ് പോളിഷിങ് വരെയുള്ള കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള എഗ്രിമെൻ്റാണ് വരുന്നത്. അതായത് നമ്മൾ വീടിൻ്റെ തുടക്കം തൊട്ട് അതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് തൊട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഹാൻഡിങ് ഓവർ വരെയുള്ള കാര്യങ്ങൾ ആയിരിക്കും നമുക്ക് അതിനകത്ത് വരുന്നത്. അതും രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ചെയ്യുന്ന വർക്കുകളുണ്ടാവും, ഐറ്റം വൈസ് റേറ്റിലും ചെയ്യുന്ന വർക്കുകളുണ്ടാവും. സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ്, അതായത് നമ്മൾ ഇന്ന സിമെൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര രൂപയുടെ സിമെൻറ്റ്, അതായത് നമ്മൾ ഒരു ബ്രാൻഡാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് 400 രൂപയാണ് ആ പെർ ബാഗ് സിമെൻറ്റിൻ്റെ നമുക്ക് വരേണ്ട റേറ്റ് എങ്കിൽ ആ 400 രൂപ പെർ ബാഗ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളും എഴുതിയിരിക്കണം. കാരണം വേറൊന്നുമല്ല, നാളെ നമുക്ക് വലിയ ഒരു പ്രൈസ് ഹൈക്കിലേക്ക് നമുക്ക് പോവുകയാണ്.
നാളെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് കോൺട്രാക്ടർ വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന ബ്രാൻഡ് സിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് 350 രൂപയാണ്, ഇപ്പോൾ അതിന് 450 എന്ന് പറഞ്ഞ് 100 രൂപ പെർ ബാഗിന് എനിക്ക് അഡീഷണൽ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്രാൻഡ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് എത്ര രൂപയാണ് ആ സിമെൻറ്റിൻ്റെ ബാഗിന് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് കറണ്ട് മാർക്കറ്റ് റേറ്റ് നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. അതിൽ നിന്ന് എക്സീഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡീഷണൽ പേ ചെയ്യാം, അല്ലെങ്കിൽ ആ നോർമൽ റേറ്റിൽ തന്നെ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐറ്റം വൈസ് ആണോ അതോ ഓവറോൾ കോൺട്രാക്റ്റ് ആണോ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് നമ്മൾ 2400 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എമൗണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ അകത്തുകൂടെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസ് കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഐറ്റം വൈസ് ആണെങ്കിൽ, അതായത് നമ്മുടെ 2500 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഓരോ ഐറ്റം വൈസായിട്ട് നമ്മുടെ എഞ്ചിനീയർ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ആ ക്വാണ്ടിറ്റിക്ക് പ്രകാരമുള്ള എമൗണ്ട് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ റേറ്റ് എന്നുള്ള ഒരു ലംസം ഒരു ഇതെല്ലായിരിക്കും വരുന്നത്. അതായത് എൻ്റെ വീടിൻ്റെ സ്ട്രക്ചറൽ വർക്കും ഫുൾ ഫിനിഷിംഗ് വർക്കുകളും തീർന്നു വരുമ്പോൾ 50 ലക്ഷം രൂപ എന്നുള്ള ഒരു ഇതിലേക്കായിരിക്കും നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തു പോകുന്നത്. ആ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തൊട്ടുള്ള സ്പെസിഫിക്കേഷൻസും അതോടൊപ്പം തന്നെ നമ്മളുടെ എന്തെല്ലാം മെറ്റീരിയൽസ് വരുന്നു, അതോടൊപ്പം തന്നെ ഏത് ടൈമിൽ ഇതിന് തീരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ കോൺട്രാക്ട്. സ്ട്രക്ചറൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെൻ്റെ സ്ട്രക്ചറൽ വർക്കുകൾ മാത്രമേ കാണത്തുള്ളൂ. അതായത് ഫൗണ്ടേഷൻ തൊട്ട് പ്ലാസ്റ്ററിങ് വരെയുള്ള വർക്കുകൾ. അങ്ങനെ ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്തും ഇതുപോലെ തന്നെ, അതായത് ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക്, അതിനുശേഷം ലിൻഡൽ വർക്കുകൾ, കോൺക്രീറ്റ് റൂഫ് സ്ലാബ് വർക്കുകൾ, പ്ലാസ്റ്ററിങ് വർക്കുകൾ വരെയുള്ള സ്ട്രക്ചറൽ വർക്കുകൾ വരെ നമുക്ക് കോൺട്രാക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതും ഈ സെയിം രീതിയിൽ തന്നെയാണ്. നമുക്കത് ഐറ്റം വൈസ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഓവറോൾ സ്ട്രക്ചറൽ വർക്കിൻ്റെ മാത്രമായിട്ടുള്ള റേറ്റും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ഒരു റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കൊരു 1000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഇൻറ്റു നമ്മുടെ ഏരിയ 2000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത്രയും രൂപയാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ കോൺട്രാക്റ്റിൽ നമുക്ക് വരുന്നത്. സ്ട്രക്ചറൽ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് കോൺട്രാക്റ്റ് വേറെ ഒരു കോൺട്രാക്റ്റ് കൂടെ നമുക്ക് വെക്കേണ്ടതായിട്ട് വരും. അതായത് ഫിനിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈലിങ്, പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷന്, പെയിൻറ്റിങ്, പോളിഷിങ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെക്കൻഡ് ഒരു കോൺട്രാക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കോൺട്രാക്റ്റ് ഞാനിപ്പോൾ പറയുകയുണ്ടായി, ഫുൾ കോൺട്രാക്റ്റ്, സ്ട്രക്ചറൽ കോൺട്രാക്റ്റ്. ഇനിയിപ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫേമിൻ്റെ സപ്പോർട്ടോട് ഡ്രോയിങ്സ് എല്ലാം റെഡിയാക്കി നമ്മൾ അവരുടെ കൺസൾട്ടേഷൻ എടുത്ത് നമ്മളൊരു ലേബർ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലേബർ കോൺട്രാക്റ്റ് ചെയ്യുന്ന ടീമുമായിട്ട് നമ്മളൊരു ലേബർ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് കൊടുക്കുന്നു, അവർ അതിൻ്റെ ഓരോ സ്റ്റേജസിൽ, അതായത് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ലേബർ വർക്ക് ഇത്ര രൂപയാവും, ലിൻഡൽ ലെവൽ വരെയാകുമ്പോൾ ഇത്ര രൂപയാവും, റൂഫ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്ര രൂപയാവും, പ്ലാസ്റ്ററിങ്ങിന് ചെയ്യുമ്പോൾ ഇത്ര രൂപയാവും എന്നുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ലേബർ പേയ്മെൻറ്റിൻ്റെ മാത്രമായിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് ഒരു അനദർ ഒരു കോൺട്രാക്റ്റാണ്. അങ്ങനെ 3 കോൺട്രാക്റ്റുകളാണ് നമുക്ക് വരുന്നത്. അതായത് ഫുൾ കോൺട്രാക്റ്റ്, സ്ട്രക്ചറൽ കോൺട്രാക്റ്റ്, അതോടൊപ്പം തന്നെ ലേബർ കോൺട്രാക്റ്റ്. നമുക്ക് ഇനിയിപ്പോൾ ഈ ലേബർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫുൾ കോൺട്രാക്റ്റ്, ഈ കോൺട്രാക്റ്റുകൾ എങ്ങനെ വെക്കണം, എന്തെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം. തീർച്ചയായും നമ്മളുടെ വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോൺട്രാക്റ്റ്, അതായത് ഒരു കോൺട്രാക്റ്റ് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു വീടിൻ്റെ പണിയുടെ എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഏത് തരം കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഫുൾ കോൺട്രാക്റ്റാണ്. ഇനി ഫുൾ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, ലേബർ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിനകത്ത് നമ്മുടെ കോൺട്രാക്റ്റോടൊപ്പം ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, അതായത് നമ്മൾ ഏത് മെറ്റീരിയൽ ഇട്ട് ചെയ്യുന്നു, ഏത് സ്പെസിഫിക്കേഷനിൽ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ടൈം ലൈനിൽ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നു, അതോടൊപ്പം തന്നെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ എമൗണ്ടും ഒക്കെ നമ്മൾ അഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതി ഒരു ഡോക്യുമെൻ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട് പണി ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ആ കോൺട്രാക്ടറും ക്ലയൻറ്റും ചേർന്ന് നിന്നുകൊണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത്
നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് തൊട്ട് ഒരു വീട് പണിത് തീർക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ 10 മാസമാണെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിന് തീർച്ചയായിട്ടും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ പണി ആ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ തീർച്ചയായും നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ വെച്ച് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നമ്മൾ വീടിൻ്റെ പണികൾ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതോടൊപ്പം തന്നെ അതിനകത്ത് ഓരോ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട പേയ്മെൻറ്റ് ടേമുകളും കൂടി നമ്മൾ ആഡ് ചെയ്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത് എങ്ങനെയാണ് വീടിൻ്റെ പണിയുടെ എഗ്രിമെൻറ്റ് വെക്കുന്നതെന്നുള്ളത് നമുക്ക് മറ്റുള്ളൊരു വീഡിയോ കൂടി നമുക്ക് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു വീട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു എഗ്രിമെൻറ്റ് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. താങ്ക് യു.